ഓം നമോ ഭഗവതേ വാസുദേവായ. മത്സ്യകൂർമ്മവും വരാഹസിംഹമായി തീർന്നതും വാമന പരശുരാമ രാമകൃഷ്ണനായതും കൽകിയും ജനാർദ്ദനാം ജഗൽ പ്രഭോ നമിച്ചിടാം. നിത്യസേവ ചെയ്യണം മനുഷ്യരിൽ കലിയുഗേ. ഈശ്വരന്റെ പാദമാർന്നോ നിത്യസേവ ചെയ്തിടാം. കൃഷ്ണ 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 ഹരേ കൃഷ്ണ പാഹി മാം. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ പൗണ്ഡ്രകവധം വരികൾ സഹിതം തുടരുന്നു. രാമനും താത മാതൃഗോപിക ഗോപന്മാരെ ആമയമെന്നെ മോദിപ്പിച്ചു ഗോകുലേ 2 മാസവും വസിക്കുന്ന കാലത്തു ദ്വാരകയിൽ വസിക്കും കൃഷ്ണാന്തിക്ക് കാരുഷ്യനൃപനായ പൗണ്ഡ്രക വാസുദേവൻ ദൂതനെ അയച്ചത് പുണ്ടരീകാക്ഷനോട് വൃത്താന്തമറിയിപ്പാൻ. പാരാദൂതൻ ചെന്ന കൃഷ്ണൻ സഭയെങ്കിൽ ധീരതയോട് കൃഷ്ണൻ തന്നോട് പൗണ്ഡ്രകന്റെ സന്ദേശവാക്യമെല്ലാം ഇത്തരം ചൊല്ലേടനാൻ. ദീനജനപാലനാം വാസുദേവൻ ഞാനിന്നതാകുന്നതു നീ ഇന്ന് വാസുദേവൻ ഞാനെന്ന മിഥ്യാനാമം കൈക്കൊണ്ടു ശംഖചക്രമാദിയാം ചിഹ്നങ്ങളും ധരിച്ചു വാണിടുന്നതാകവേ ത്യജിച്ചെന്റെ പാദപങ്കജേ വീണു ശരണം ചെയ്തു കൊൽകതല്ലാകിൽ വഴി പോലെ ധീരനായിരണം ചെയ്തു കൊള്ളേണമല്ലെങ്കിലോ സത്വരം യമപുരത്താക്കുവാൻ വൈകിടാതെ സത്വരമിവ ചെന്നു ചൊൽകുന്നു ഭൂപാലനും. ഇത്തരം പറഞ്ഞയച്ചിടിനാനെന്നു ദൂതൻ ഉത്തമനായ കൃഷ്ണസഭയിൽ പറഞ്ഞപ്പോൾ ഉച്ചത്തിൽ ചിരിച്ചതങ്ങുഗ്രസേനാദികളും അച്യുതന്താനം പറഞ്ഞിടിനാനിവ രണ്ടിൽ ഏതൊന്നാകിലും ഒന്നു ചെയ്തു കൊള്ളുവൻ ഞാനും. ഇത്തരം നൃപനോട് പറയുന്നരുൾ ചെയ്തു ദൂതനും നടകൊണ്ടു കൃഷ്ണനും രഥമേറി ആതങ്കമെന്നേ സേനാസംഘവും പുറപ്പെട്ടു ചെന്നതു കാരുഷ്യാദിഭൂപാലൻ പൗണ്ഡ്രകന്റെ സന്നിധിയെങ്കിൽ കൃഷ്ണൻ അന്നേരം പൗണ്ഡ്രകനും തന്നോട് ബന്ധുവായ കാശീശ നൃപനുമായി മന്ദമെന്നിയെ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. സേനകൾ തമ്മിലേറ്റു പൗണ്ഡ്രക നൃപൻ തന്റെ സേനകൾ നശിച്ചതു കണ്ടു മന്നവൻ ദാനം
തീരതിലേറി വന്ന നേരത്തു മാധവനും വീരനാം പൗണ്ഡ്രകന്റെ രൂപവും കണ്ടിടിനാൻ. 4 ബാവുക്കളോടും കൗസ്തുഭവനമാല പാലനത്യനു ശംഖശാർങ്ക ചക്രാദ്യായുധം പീതവാസസം മീനകുണ്ടലം പൊൻകിരീടം ചേതസാ വിഷ്ണുരൂപം കണ്ടു മോദീന കൃഷ്ണൻ മന്നവൻ തന്നോടിത്തം പറഞ്ഞു ഗംഭീരമായി. നിന്നുടെ പദചിഹ്നമൊക്കെ വിധരിച്ചു ഞാനായവ നിനക്കെല്ലാം വെച്ചു കൈവണങ്ങുന്നു. ന്യായമായവ കാകുന്നരുളി സുദർശനം കൊണ്ടവനുടെ കണ്ഠം മുറിച്ചാനെന്നേ വേണ്ടു. ഉണ്ടായതവർ തമ്മിൽ യുദ്ധവുമേറ്റമേറ്റം വിഷ്ണുവിൻ സ്വരൂപത്തെ ധരിച്ചു ധ്യാനിക്കയാൽ വിഷ്ണുപാദവും ചേർന്നു പൗണ്ഡ്രകനറിഞ്ഞാലും. കാശേശൻ തന്റെ കണ്ഠം മാധവൻ ബാണത്തിനാൽ ഛേദിച്ചു. കാശീപുരി നഗരാന്തികത്തിങ്കൽ ശിരസ്സു കൊണ്ടേ വീഴ്ത്തി കേശവൻ വേഗത്തോടെ ദ്വാരകാപുരിപുക്കു സുഖിച്ചു വസിച്ചിതോ. സൈന്യങ്ങൾ കോലാഹലാൽ വന്നത് ദ്വാരകയിൽ ചെന്നു. കാശീശൻ പുരി വീണൂരു ശിരസിനെ ചെന്നു കണ്ടവർ പത്നിമാരും പുത്രരുമെല്ലാം തന്നെ പതിതാത ശിരസെന്നുറച്ചിതു. കുണ്ഡലമതു കണ്ടിട്ടറിഞ്ഞതൊക്കത്താലേ നന്നായി വിലപിച്ചു. പിന്നെ തൻ പുത്രനായ മന്നവൻ സുദക്ഷിണൻ താത സംസ്കാരമെല്ലാം ചെയ്തിതു. പിന്നെ വേണ്ടം കർമ്മങ്ങളൊക്കെ ചെയ്തു. ചേതസ് ദുഃഖത്തോടും താതനെ കൊന്ന മൂലം ശത്രുവെ ജയിപ്പാനായി വീരനാം സുദക്ഷിണൻ മുഖ്യമാം വാരണാസിപുരിയിൽ ക്ഷേത്രവാസിയായ ശങ്കരൻ തന്നെ പെരുകെ ഘോരമായി തപസ്സു ചെയ്യും കാലം. ഭക്തവത്സലൻ ശംഭു വരദൻ സുദക്ഷിണ ഭക്തി കണ്ടേറ്റമുള്ളിൽ പെരുകി മോദാലപ്പോൾ പ്രത്യക്ഷനായി വന്നു ഭക്തനാം നൃപനോടയരുളി ചെയ്തിടിനാൻ. ചിത്തത്തിൽ വീണ്ടും വരം വരിക്കുന്നതു നേരം മന്നവൻ സുദക്ഷിണൻ വന്ദിച്ചു പറഞ്ഞതു. എന്നുടെ താതൻ തന്നെ കൊന്ന ദുഷ്ടനെ കൊൽവാൻ തന്നിട വേണം വരമെന്നതു കേട്ടുഹരൻ. ഇന്നിനി വൈകാതെ ഗൃഹത്തിൽ ചെന്നു മോദാലാരണന്മാരുമായിട്ടാഭിചാരാർത്ഥിഷ്ടമായി. ഇന്നിനി വൈകാതെ ഗൃഹത്തിൽ ചെന്നു മോദാലാരണന്മാരുമായിട്ടാഭിചാരാർത്ഥിഷ്ടമായി. പാരാതെ ദക്ഷിണാഗ്നൗരാത്രിയിൽ വേണ്ടും കാര്യം ചിന്തിച്ചു ഹോമിച്ചീടിൽ. ഘോരയാം കൃത്യയുണ്ടാമന്തരമില്ല. നിന്റെ താതശത്രുവെ കൃത്യ സംഹരിച്ചിടുമെന്നു മരുളി ചെയ്തു. പിന്നെ സംഹാരമൂർത്തി താനും മറഞ്ഞോരനന്തരം വേഗേന സുദക്ഷിണൻ ഹോമവുമാരംഭിച്ചു. ആഗമജ്ഞന്മാരായോ ഋത്വികാദികളോടും ഋത്വികാദികളോടും വേഗേന സുദക്ഷിണൻ ഹോമവുമാരംഭിച്ചു.
ആഗമജ്ഞന്മാരായോരിതൃക്കാദികളോടും തന്നെ കൃതി വേണ്ടും അഭിലാഷവും പ്രാർത്ഥിച്ചുന്നത ഭക്തിയോടും സ്തുതിച്ചു വാഴും വിധൗ അഗ്നികുണ്ഡത്തിൽ നിന്ന് പൊങ്ങീതങ്ങൊരു കൃത്യ അഗ്നിയേക്കാളുമേറ്റം ജ്വലിച്ച തേജസ്സുടം ഘോരമാന്തം പ്രകളം ചമ്പിച്ച കേശത്തോടും ഭാരമാ ജ്വലിക്കുന്ന നേത്രങ്ങൾ മൂന്നുമായി ദിക്കുകൾ എല്ലാമേറ്റമെരിയും പ്രഭയോടും ഉൾക്കോപമോടും ഒരു ശൂലവും കൈക്കൊണ്ടിട്ട് പൊങ്ങിക്കണ്ടതു നേരമേ വരും പ്രാണവിദ്യ അങ്ങുമിങ്ങുമായി ഓടിയൊളിച്ചാരെന്നേ വേണ്ടൂ. കൃത്യയും മറ്റുഗ്രയായി ദ്വാരക പൊക്കിയതപ്പോൾ എത്രയും ഭയപ്പെട്ടു ദ്വാരകാവാസികളും ലോകങ്ങൾ ദഹിപ്പിച്ചു കാലാഗ്നി വരുന്നിതു വേകുന്നിതവരും വഴിയുമെന്നേവം ചൊല്ലിക്കൊണ്ടോടി പരിഭ്രമിച്ചു ജനങ്ങളും വല്ലാതെ ഭ്രമിച്ചേറ്റം ദ്വാരകാവാസി ജനം ഭീതരായി ഘോരമായ കൃത്യദാനെന്നാർത്തിലർ ചേതസി വിദ്യാമണ്ഡി മാധവം ഗ്രഹിപ്പിച്ചാർ സർവദുഃഖത്തിനുമൊരമൃതാം ഭഗവാനം ദേവനം ചെയ്തിടുന്നു തന്നെ ഭാര്യയുമായി ദ്വാരകാപുരം ദഹിച്ചിടുന്നതെന്ന ഘോഷം പാരമായി കേട്ടു വേദവിഗ്രഹൻ സർവാത്മകൻ എന്തതിന്മൂലമെന്ന് ചിന്തിച്ചിട്ടറിഞ്ഞതു അന്തർഭാഗവും ബഹിർഭാഗവും പൂർണമായി സന്തതം വിളങ്ങുന്ന സാക്ഷിയാമായ വിഭൂ ചിത്തത്തിലറിഞ്ഞിട്ടങ്ങവയെ തടുപ്പാനായി ഉത്തമവുമാൻ തന്റെ പാർശ്വസ്ഥമായിരിക്കും ചക്രത്തെ പറഞ്ഞയച്ചിടിനാൻ സുദർശനം വിക്രമത്തോടും കോടി കോടി മാർത്താണ്ഡ ദീപ്യ കാലാഗ്നി പ്രഭയോടും ജ്വലിച്ചു ദിക്കുകളും ചാലുവി ജ്വലിപ്പിച്ചു ദുഷ്ടഹന്താവായിക്കൊണ്ടു എരിഞ്ഞു വരുന്നതു കണ്ടോരു കൃത്യദാനം വിരഞ്ഞു മണ്ടി വാരണാസിയും പൊക്കുവേകാൽ കൂടവേ വാരണാസി പൊക്കിയത് സുദർശനം പാണ്ഡവമോടെ സുദക്ഷിണനെ കൃത്യയോടും ദഹിച്ചു ഹോതാക്കളെ ശങ്കരക്ഷേത്രമെന്നെ ദഹിച്ചു വാരാണസി രാജ്യവും ഗോപുരങ്ങൾ ദഹിച്ചു മൃഗങ്ങളും സേനകൾ സർവത്തെയും കർമ്മങ്ങൾ അങ്ങാടുകൾ അന്യമായി കണ്ടതെല്ലാം ചിന്മയ സുദർശനം ദഹിപ്പിച്ചെന്നേ വേണ്ടോ എല്ലാമേ ദഹിച്ചിട്ട് ശോഭയാ സുദർശനം വല്ലഭമോടു പോന്നു മാധവാന്തികം പൂക്കൂ മനവാകാശീശന്റെ രാജ്യത്ത് സമസ്തവും എന്നതിലുള്ള തൃണാദങ്ങളാ സകലവും ജന്തുക്കളെയും ദഹിപ്പിച്ചിട്ട് സുദർശനം പിന്തിരിഞ്ഞു പോന്നിട്ട ഭൂമി തന്നിൽ നിന്നു 100 യോജന മേൽപോട്ടങ്ങനെ കീഴ്പോട്ടേക്കും മാറിയില ചൂട് കാശീപുരമതോരായിരം വത്സരമെന്നു ചൊല്ലുവതെത്രയുമത്യത്ഭുതം ചിൽസ്വരൂപനാം കൃഷ്ണൻ മായച്ചെന്തരുതാത്തു നിത്യാത്മാവായ കൃഷ്ണൻ തന്നെ പരാക്രമം എത്രയും അത്യത്ഭുതമിക്കതദിനം ദൂരം ചൊൽകയും കേൾപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നോർക്ക് പോകുകയും ചെയ്യും സർവപാപങ്ങളും ദുഃഖങ്ങളും മംഗളനായ മുനി ശ്രീ ശുഗനിവനെല്ലാം മംഗളനായുള്ള അഭിമന്യു ചതുർവനോട് കേൾപ്പിച്ചതൊട്ടു ഞാനിങ്ങനെ ചൊല്ലിയിടിനേൻ കേൾപ്പാനിനി നാളയമെന്നാൾ കിളിപ്പെണ്ണും വരികരികിലിരിശുഗമേ ഭരതനകിലാത്മകൻ വാരിജാക്ഷൻ കഥ ചൊല്ലു മേലിടവും ജഗതമലകരമമിത ജന്മസാഫല്യതം ജാതമോദം മടിയാതെ കേൾപ്പിക്കനീ അത് പഴുതുകള് മകള് മറിവതിനു ചൊല്ലിനാൾ അത്യാദരേണ
മധുരിബുധൻ കഥ നരകരിപൂ നളിനദള നേത്രൻ ദയാപരൻ നാരായണൻ കൃപാമൂർത്തിയാം കൃഷ്ണനും ബലമേലുമരിവരിൽ അതികുമതി പൗണ്ട്രക ബിന്ദുകാശേഷസുതന്മാരെയും കൊന്നു മണികനകരുചിതമതിശോഭിതമാകിയ മന്ദിരമാം ദ്വാരകാപുരി തന്നിലും പരമസുഖമതിരമണിയുപരികളോടൊന്നിച്ചു പാരമാനന്ദേനമാണിതു മോദമായി ഇത് കഥകൾ മുദിതമോടു മുനിവരനുമാതരാൽ മർത്യരിൽ ഇന്ദ്രനാകും പരീക്ഷത്തിനോടരുളിയതു പൊഴുതിൽ അതികുതുകമോടു മന്നവൻ ഹരിചരണ പങ്കജം ചിത്തേയുറപ്പിച്ചു മുനിവര പാദാംബുജം കോപ്പി വിനീതനായി മാന്ദ്യഹീനം വഴിപൂലി പറഞ്ഞിതു മുസലധരനുടെ കഥകൾ സകലമരുളേണമേ മുനീന്ദ്ര എന്നു ചോദിച്ചു മന്നവൻ മുനിവരനും അത് പൊഴുതു മോദേന ചെല്ലിനാൻ. നമസ്തേ. അടുത്ത ഭാഗം വിവിധവധം. വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം വിവിധവധം. വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.